ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ കവചം അത് സ്വർണമായിരുന്നു എന്നതിനുള്ള തെളിവുകൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. 2019 മാർച്ചിലെ ദ്വാരപാലക ചിത്രങ്ങൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുകയാണ്. അനന്തകൃഷ്ണൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, അതായത് വിജയ് മല്യ അവിടെ സന്നിധാനത്ത് ശ്രീകോവിലിന്റെ വാതിലും ദ്വാരപാലക ശില്പികളിലും പിടിപ്പിച്ചത് സ്വർണമാണ്. അതിനുള്ള തെളിവുകളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിന്റെ സ്ക്രീനിൽ കാണുന്ന ഈ ചിത്രങ്ങൾ. പിന്നെ എങ്ങനെ അത് ചെമ്പായി മാറി? എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്ത കത്തിൽ, അനുമതി കത്തിൽ, അത് 12 കോപ്പർ പ്ലേറ്റ്സ് ആണെന്ന് ദേവസ്വം ബോർഡ് എഴുതി പിടിപ്പിച്ചത്? ആര്യ, 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ കവചം അഴിച്ചു നൽകുമ്പോൾ അത് ചെമ്പായിരുന്നോ സ്വർണമായിരുന്നോ എന്നുള്ള തർക്കമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അത് സ്വർണമായിരുന്നു എന്നതിന് 100 തെളിവുകൾ ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും നിർണായകമായ മറ്റൊരു തെളിവ് കൂടി നമ്മൾ പുറത്തുവിടുകയാണ്. അതിനു മുൻപ് ഈ കവചവുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാർ മാതൃഭൂമി ന്യൂസിനോടും മറ്റ് മാധ്യമങ്ങളോടും പറഞ്ഞ ആ വാചകം ഒന്നും കൂടി കേൾക്കാം. 44 കിലോ സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്നു, 38 കിലോയെ തിരിച്ചു വന്നുള്ളൂ, 6 കിലോ സ്വർണം കാണാനില്ല. ഇതൊരു ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞ അഭിപ്രായമാണ്. യഥാർത്ഥത്തിൽ ഇത് ചെമ്പ്, അന്നേരമാണ് ഞാൻ പറഞ്ഞത് ചെമ്പ് പാളിയാണ്. പാളി ചെമ്പ് തന്നെയാണ്. അത് പൂശുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ആര്യ, അതിൽ ഒന്നും രണ്ടും കാര്യമില്ല. എ പത്മകുമാർ അസന്ദിഗ്ധമായി പറയുന്നു ആ പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്ത ആ പാളി ചെമ്പ് തന്നെയായിരുന്നു എന്ന്. അപ്പോൾ ഉയർന്ന ചോദ്യം 1998 ദ്വാരപാലക ശില്പങ്ങളിൽ വിജയ് മല്യ പൂശ സ്വർണം എവിടെ പോയി ആയിരുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ അയ്യപ്പ ഭക്തർക്ക് കുറച്ചുകൂടി കൺവിൻസിംഗ് ആയ തെളിവാണ് മാതൃഭൂമി ന്യൂസ് ഇപ്പോൾ പുറത്തുവിടാൻ പോകുന്നത്. 2019 ജൂലൈയിലാണ് ഈ വിവാദ കവചങ്ങൾ സ്വർണം പൂശാൻ എന്ന പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അഴിച്ചു നൽകുന്നത്. അതിന് തൊട്ടു മുമ്പ്, ഏതാണ്ട് 2-3 മാസം മുമ്പ് 2019 മാർച്ചിലാണ് ഈ ശബരിമല ശ്രീകോവിലിലെ വാതിൽ സ്വർണം പൂശി അവിടെ സ്ഥാപിച്ചത്. ഇതാണ് ആ സ്വർണം പൂശി സ്ഥാപിച്ച വാതിൽ. ഇതിൻ്റെ അടുത്ത ദൃശ്യം നോക്കുക. ഇതാണ് ആ പുതിയതായി പണിഞ്ഞുകൊണ്ടുവന്ന, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ പണിഞ്ഞുകൊണ്ടുവന്ന സ്വർണ്ണവാതിൽ സന്നിധാനത്തെ ശ്രീകോവിലിൽ ഘടിപ്പിക്കുന്ന ആ നിർമ്മാണം നടക്കുന്ന ചിത്രമാണ് ഈ കാണുന്നത്. ഇത് 2019 മാർച്ചിലാണ്. മാർച്ചിൽ ആ ചടങ്ങ് നടക്കുമ്പോൾ ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങൾ നോക്കുക. ഇത് സംസാരിക്കുന്ന തെളിവാണ്. എനിക്കിപ്പോഴും കാണുന്നത് ആ വാതിൽ സ്ഥാപിച്ച ശേഷമുള്ള ചിത്രമാണ്. ഈ 2 ചിത്രങ്ങളിലും സ്പഷ്ടമായി കാണാം ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൊതിഞ്ഞിരിക്കുന്നത്. കണ്ടില്ലേ? ശ്രീകോവിലിൻ്റെ വാതിൽ 2 വശങ്ങളിലും ദ്വാരപാലക ശില്പങ്ങൾ, അത് സ്വർണം പൊതിഞ്ഞിരിക്കുന്നു. നമ്മളിപ്പോൾ കാണുന്ന മട്ടിലുള്ള, അല്ലെങ്കിൽ 2013 1998 ഒക്കെ കണ്ട അതേ ദ്വാരപാലക ശില്പങ്ങളിലെ കവചമാണ്, സ്വർണ്ണ കവചമാണ് ഈ കാണുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു എനിക്ക് തന്നത് അത് ചെമ്പ് പാളിയാണെന്ന്. അത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ MDയും സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനും പറയുന്നത് ആ കമ്പനിയിലേക്ക് എത്തിയത് ചെമ്പ് പാളിയെന്ന്. ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്ത അനുമതി കത്തിൽ പറയുന്നു അതോടുകൂടിയാണ് അത് ചെമ്പ് പാളി എന്നൊരു ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നത്. അനന്തൻ, അതിലും പറയുന്നു ചെമ്പ് പാളികളാണെന്ന്. അപ്പോൾ ഈ സ്വർണ്ണപ്പാളി എങ്ങനെ ചെമ്പ് പാളിയായി, എവിടെ വെച്ച്? വലിയ അട്ടിമറി ആര്യ അതിൻ്റെ പിന്നിൽ നടന്നു എന്ന് തെളിയിക്കുന്ന കൂടി ചിത്രമാണിത്. നമുക്ക് കണ്ടോ, ഈ ചിത്രങ്ങളിൽ കാണാം തന്ത്രി രാജീവര് തൊട്ടടുത്തിപ്പോണ്ട്. അദ്ദേഹത്തിൻ്റെ കൈ തന്നെ ആ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണ കവചത്തിലാണ് തൊട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മുന്നിലൂടെ ആ സ്വർണ്ണവാതിൽ അകത്തേക്ക് കൊണ്ടുപോയി ആ വാതിലിൽ പിടിപ്പിക്കുകയാണ്. കവാടത്തിൽ പിടിപ്പിക്കാനുള്ള പണി നടക്കുന്നതിൻ്റെ ചിത്രമാണിത്. കണ്ടില്ലേ? ഇവിടെ ആ സ്വർണ്ണ കവചം അണിഞ്ഞ ദ്വാരപാലക ശില്പമാണ് അതിൽ നിൽക്കുന്നത്. അതിൽ തന്ത്രി തൊട്ടു നിൽക്കുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ 2019 ഈ കവചം എടുത്തു കൊടുക്കുമ്പോൾ എ പത്മകുമാർ അത് ചെമ്പാണെന്ന് പറയുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സംശയം 1998 വിജയ് മല്യ സ്വർണം പൂശിയ കവചം ഇനി അതിനു മുൻപാരെങ്കിലും എടുത്തുകൊണ്ടുപോയോ? അതായത് പത്മകുമാർ പ്രസിഡന്റായിട്ട് വരുമ്പോൾ അവിടെ ചെമ്പുപാളിയാണോ ഉണ്ടായിരുന്നത്? അതല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ ചിത്രം. കാരണം 2019 മാർച്ചിലാണ് ഈ ചിത്രം എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്വർണ്ണ കവചമുണ്ട്. 2-3 മാസം, അതായത് ഏപ്രിൽ, മെയ്, ജൂൺ 3 മാസം കഴിഞ്ഞ് ജൂലൈയിലാണ് ഈ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശാൻ എന്ന പേരിൽ എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ 3 മാസം കൊണ്ട് ശബരിമല സന്നിധാനത്തെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം ചെമ്പായി മാറുന്ന ഒരു ഒടിവിദ്യ അവിടെ നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് ഉയരുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് മാതൃഭൂമി ന്യൂസ് ആണോ ഓരോ ഘട്ടത്തിലും അത് ചെമ്പല്ല സ്വർണമാണ് എന്ന കൃത്യമായ തെളിവുകൾ പുറത്തുവിട്ടത്. ഇനി ഇതിൽ കൂടുതൽ ഒരു തെളിവ് മാതൃഭൂമി ന്യൂസിന് ഈ അയ്യപ്പ ഭക്ത സമക്ഷം നൽകാനില്ല. ഇതിനപ്പുറം ഒരു തെളിവുമില്ല. അവിടെ ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്
ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശാൻ എന്ന പേരിൽ, ചെമ്പെന്ന പേരിൽ ആ കവചം എടുത്തു കൊടുക്കുമ്പോൾ അത് വിജയ് മല്യ പൂശിയ, വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ അതേ കവചം തന്നെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നതിന് സംബന്ധിച്ച് മറ്റ് തെളിവുകളൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് മുൻ ദേവസ്വം തിരുവാഭരണം കമ്മീഷണറായിരുന്ന രാധാകൃഷ്ണൻ സാറിൻ്റെ പ്രതികരണം കൂടി കേട്ടാൽ വ്യക്തമാകും. ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാർ പറയുന്നത് ഇത് ബോർഡിന്റെ ഉത്തരവാദിത്വമല്ല, ഉദ്യോഗസ്ഥരാണ് ചെയ്യേണ്ടത്, അവരുടെ പിഴവാണെന്നാണ് അവർ പറയുന്നത്. അല്ല, അവരുടെ പിഴവെന്ന് പറയാനായിട്ട് ഈ ചെമ്പ് പാളി, അതായത് അദ്ദേഹം പ്രസിഡന്റായിട്ട് വന്നെങ്കിലും അദ്ദേഹം മിക്കവാറും സന്ദർഭങ്ങളിൽ ഫംഗ്ഷനുകൾക്കും പൂജകൾക്കും ഒരുപാട് പ്രാവശ്യം ക്ഷേത്രത്തിൽ അയ്യപ്പനെ ദർശിക്കാൻ വേണ്ടി പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നേരെ ഫ്രണ്ടിലാണ് ഈ ഇരിക്കുന്നത്, ദ്വാരപാലകരി ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ അഥവാ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ എഴുതി വച്ചിരുന്നാൽ തന്നെയും ആ സാധനം ചെമ്പാണോ സ്വർണ്ണമാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ മര്യാദ അല്ലെങ്കിൽ സാമാന്യ ബുദ്ധി ആ പ്രസിഡന്റിന് ഉണ്ടാവില്ലേ? അത് ഇത് ഇത്രയും വിലപിടിപ്പുള്ള ഒരു സാധനമാണ് ചെയ്യുന്നത്, ആര് സ്പോൺസർ ചെയ്തിരുന്നാലും. അതൊന്ന്. രണ്ടാമത്, ഇങ്ങനെ ഒരു സാധനം ഇളക്കുമ്പോൾ അത് എക്സിക്യൂട്ടീവ് ഓഫീസർ ചെമ്പെന്നും പറഞ്ഞ് കൊടുക്കുമ്പോൾ അതൊന്ന് പുനഃപരിശോധന നടത്താനോ, അല്ലെങ്കിൽ നമ്മുടെ അവിടെ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്, വിജിലൻസ് SP ഉണ്ട്, പോലീസ് സംവിധാനമുണ്ട്, അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്താണ് ഇരിക്കുന്നത്. നിങ്ങളും കൂടെ നിങ്ങളുടെ പ്രസൻസിൽ അല്ലെങ്കിൽ തിരുവാഭരണം കമ്മീഷണറുടെ പ്രസൻസിൽ ഇത് നോക്കി ഇത് ചെമ്പാണോ സ്വർണ്ണമാണോ എന്നുള്ളത് പരിശോധിച്ച് ചെയ്യാനായിട്ട് വാക്കാലെങ്കിലും നിർദ്ദേശം കൊടുത്ത് ചെയ്തിരുന്നു എന്ന് വരികിൽ ഈ പ്രശ്നം വരില്ലല്ലോ. അപ്പം അങ്ങനെ ചെമ്പെന്നും പറഞ്ഞ് എഴുതി കൊടുത്ത ഒരു സാധനം ചെമ്പായിട്ട് തന്നെ ഓർഡർ കൊടുത്തു, ചെമ്പ് പാളികൾ ഇളക്കിയെടുത്ത് അത് ഉണ്ണിക്കൃഷ്ണൻ പോറ്റി കൊടുക്കാൻ. അനന്തൻ, ഇപ്പൊ നമ്മൾ ഈ രണ്ട് പ്രതികരണങ്ങളും കേട്ടു, ഈ ദൃശ്യങ്ങളും മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുകയാണ്. ഇനിയിപ്പോ ഇതിൽ സ്വർണം ചെമ്പായത് എങ്ങനെ എന്നുള്ള കാര്യമാണ് നമുക്കറിയേണ്ടത്. ഏത് കാലയളവിൽ ആരൊക്കെ ഉണ്ട് ഇതിന് പിന്നിലെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ആവർത്തിച്ച് പറയുന്നത് തനിക്ക് കിട്ടിയത് ചെമ്പ് പാളി എന്നാണ്. പോറ്റി പ്രതിരോധിക്കുന്നത്, സ്വയം പ്രതിരോധിക്കുന്നത് ആ ദേവസ്വം ബോർഡിന്റെ അനുമതി കത്ത് വെച്ചുകൊണ്ടാണ്. അതിൽ അടിവരയിട്ട് പറയുന്നുണ്ട് കോപ്പർ പ്ലേറ്റ്സ് എന്ന്. അവിടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതിരോധം എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ് ഇതിന് പിന്നിലുള്ളത്? എന്തുകൊണ്ടൊരു പരിശോധനയും നടത്തിയില്ല? അന്നത്തെ പത്മകുമാർ ഉറപ്പിച്ച് പറയുകയാണ് അത് ചെമ്പ് തന്നെയാണെന്ന്. എന്താണ് ആ ഉറപ്പിന്റെ അടിസ്ഥാനം? ആര്യ, ഇന്ന് ദേവസ്വം വിജിലൻസിന് മുന്നിലെത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയതും തനിക്ക് കിട്ടിയത് ചെമ്പുപാളി എന്നുള്ളതാണ്. പത്മകുമാറും പറയുന്നത് 2019 ജൂലൈയിൽ ആ പാളി അഴിച്ചു കൊടുക്കുമ്പോൾ അത് ചെമ്പുപാളി ആയിരുന്നു എന്നാണ്. അല്ല എന്ന് ഇതോടെ വ്യക്തമാവുകയാണ്, ഈ ചിത്രങ്ങളോടെ തന്നെ വ്യക്തമാവുകയാണ്. 2019 മാർച്ച് വരെ അവിടെ ഉണ്ടായിരുന്നത് 98-ൽ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ ആ ദ്വാരപാലക പാളികൾ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങൾക്കാണ് ഇപ്പോൾ ഈ ചിത്രങ്ങളോടെ ഉത്തരം വന്നിരിക്കുന്നത്. ഒന്ന്, 2019 അവിടെ ഉണ്ടായിരുന്നത് ചെമ്പുപാളിയാണോ? അല്ല, സ്വർണം തന്നെയായിരുന്നു. ഇനി അത് ചെമ്പുപാളി എന്ന പത്മകുമാറിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും വാദം ശരിവെക്കുകയാണെങ്കിൽ 98-നും 2019-നും ഇടയിൽ അത് ആരെങ്കിലും എടുത്തുകൊണ്ടുപോയി അവിടെ പകരം ചെമ്പുപാളി കൊണ്ടുവച്ചോ എന്നുള്ളൊരു സംശയം അയ്യപ്പ ഭക്തർക്ക് പൊതുവേ ഉണ്ടായിരുന്നു. അങ്ങനെ സംഭവിച്ചിട്ടില്ല മാർച്ച് വരെ, 2019 മാർച്ച് വരെ എന്നതിൻ്റെ കൂടി തെളിവാണ് ഈ ദൃശ്യങ്ങൾ. ഇത് സ്വർണം വാതിൽ 2019 മാർച്ചിൽ ശബരിമല സന്നിധാനത്ത് പിടിപ്പിക്കുമ്പോഴുള്ള ചിത്രമാണ്. ആ സമയത്ത് ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൊതിഞ്ഞ അതേ കവചങ്ങൾ അണിഞ്ഞാണ് ദ്വാരപാലക ശില്പങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ അനന്തൻ, മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 4 മാസം, ആ 4 മാസത്തിൽ എങ്ങനെ സ്വർണം ചെമ്പായി? അങ്ങനെ ഒരിക്കലും ചെമ്പാവാനുള്ള സാധ്യതയില്ല. അപ്പോൾ വലിയ അട്ടിമറി ശബരിമല സന്നിധാനത്ത് നടന്നിരിക്കുന്നു. ദ്വാരപാലക ശില്പങ്ങൾ, വിജയ് മല്യ സ്ഥാപിച്ച സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പങ്ങൾ 2019 ജൂലൈയിൽ എടുക്കേണ്ട ഒരാവശ്യവുമില്ല. അത് എടുക്കണമെങ്കിൽ എന്തെങ്കിലും കാരണം വേണം. അതിനുവേണ്ടിയാണ് ചെമ്പ് പാളി സ്വർണം പൊതിയാൻ എന്ന് പറഞ്ഞ് കൊണ്ടുപോയിരിക്കുന്നത്. അത് പാളി സ്വർണം പൊതിയാൻ പിന്നെ കൊണ്ടുപോകേണ്ടതില്ലല്ലോ. അപ്പോൾ ആ പാളികൾ അവിടെ നിന്ന് കവർന്നെടുക്കാനുള്ള ഒരു ആസൂത്രണമാണോ നടന്നത്? കാണുമ്പോൾ എനിക്ക് തോന്നുകയാണ് ഇപ്പൊ ഈ കാണുന്നത് നമ്മുടെ സ്ക്രീനിൽ ഇത്രയും, അതൊരു ഫോട്ടോഗ്രാഫാണ്, അത് നമ്മുടെ സ്ക്രീനിൽ കാണിക്കുകയാണ്. അതിനെന്തെങ്കിലും മങ്ങലുള്ളതായോ അതിനെന്തെങ്കിലും അറ്റകുറ്റപ്പണി ആവശ്യമായതായോ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തോന്നുന്നില്ല. ആ ചിത്രങ്ങളിൽ തന്നെ പുത്തൻ പുതിയ പാളികൾ പോലെയാണ് ഇരിക്കുന്നത്. മാത്രമല്ല ആ സ്വർണത്തിൻ്റെ പ്രഭ ആ ചിത്രത്തിൽ വളരെ സ്പഷ്ടമാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അറ്റകുറ്റപ്പണി നടത്തേണ്ട സാഹചര്യം, 20 കൊല്ലം പഴക്കമുള്ള സ്വർണ്ണപ്പാളിയാണെന്ന് ആലോചിക്കണം. 1998-ൽ വിജയ് മല്യ സ്ഥാപിച്ച ആ പാളികളാണ് 2019 മാർച്ചിലും അതേ സ്വർണ്ണപ്രഭയോടെ ഇരിക്കുന്നത്. ആ ചിത്രങ്ങളിൽ വ്യക്തമാണ്. നമുക്ക് കാണാം ഇതിനകത്ത് വ്യത്യാസം. ഈ സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങൾ, നടുക്ക് പുതിയതായിട്ട് സ്വർണം പതിപ്പിച്ച ആ വാതിൽ സ്ഥാപിച്ചിരിക്കുന്നു. അതിന് മുന്നിലുള്ള പടികൾ കണ്ടോ? ഈ പടികൾ സ്വർണം പൂശിയിട്ടില്ല, പക്ഷേ അതിൻ്റെ ആ തിളക്കം കുറച്ച് മങ്ങിയാണുള്ളത്. അത് ഓടോ പിത്തളയോ മറ്റോ ആണ്. അപ്പോൾ
ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ കൃത്യമാണ് ഇതിൻ്റെ ഈ സ്വർണവും ഇതും തമ്മിലുള്ള വ്യത്യാസം. ഏതായാലും 2019 വലിയ അട്ടിമറി ശബരിമല സന്നിധാനത്ത് നടന്നിരിക്കുന്നു എന്നതിന് ഇനി കൂടുതൽ തെളിവുകൾ നൽകാനില്ല. അപ്പോൾ സ്വർണം തന്നെയാണ് ചെമ്പെന്ന പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയിരിക്കുന്നതെന്ന് വ്യക്തമാണ്. അപ്പോൾ അത് ബാംഗ്ലൂരിൽ ഒരു മാസം അദ്ദേഹത്തിൻ്റെ കയ്യിൽ അത് ഇരുന്നു. അപ്പോൾ ആ ഒരു മാസത്തിനിടയിൽ ബംഗളൂരുവിൽ എത്തിച്ചു എന്നുള്ള അനുമാനമാണ് ദേവസ്വം വിജിലൻസിനുള്ളത്. അവിടെ വെച്ച് വലിയ അട്ടിമറികൾ നടന്നിട്ടുണ്ടാകാം. മിക്കവാറും സന്നിധാനത്ത് തിരിച്ചെത്തിയിരിക്കുന്നത്, അതായത് ജയറാമിന്റെ വീട്ടിലൊക്കെ രണ്ട് കാര്യങ്ങൾ. അതിൽ ആദ്യം പ്രധാനമായ കാര്യം, ഇപ്പൊ ഇടയ്ക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരുന്നു ഈ സ്വർണ്ണ പെയിന്റ് അടിച്ചാണ് കിട്ടിയതെന്ന്. ഇത് പെയിന്റ് ആണോ? ഇത് കണ്ടറിയില്ല. ഇത് പെയിന്റ് ആണെന്ന് എങ്ങനെയാണ് പറയാൻ പറ്റുക? ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ ഏറ്റവും പിടിവള്ളികളെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ പുതിയൊരു അടവ് എടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചെമ്പിന്റെ മുകളിൽ സ്വർണം പെയിന്റ് അടിച്ച എത്ര കാലം ആ പെയിന്റിന് പിടിച്ചു നിൽക്കാൻ പറ്റും? പ്രത്യേകിച്ച് ഇത്രയും വിളക്കുകളും ഒക്കെ കത്തിക്കുന്ന, ചൂട് എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുന്ന, കാരണം ശ്രീകോവിലിനുള്ളിൽ എപ്പോഴും വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അവിടുത്തെ ചൂട് എപ്പോഴും ശ്രീകോവിലിന് പുറത്തുമുണ്ടാകും. അതിൻ്റെ മുൻപിൽ ഇത്രയേറെ ആൾക്കാർ പോവുകയും ഒക്കെ ചെയ്യുന്നതാണ്, നാണയങ്ങൾ വലിച്ചെറിയുന്നതാണ്. അപ്പോൾ അവിടെ പെയിന്റ് അടിച്ച ഒരു ബിംബത്തിന് ആ പെയിന്റ് ഇളകാൻ അധിക താമസമൊന്നും വേണ്ട. അതല്ലെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുക്കുന്നതിൻ്റെ ആ തൊട്ട് തലേ ദിവസം കാണും പെയിന്റ് അടിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ അല്ല എന്ന് ഈ ചിത്രം കണ്ടാൽ അറിയാം അവിടെ സ്വർണ്ണമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, 2019 കൊണ്ടുപോയ പാളി സ്വർണം തന്നെയായിരുന്നു. തിരിച്ചു കൊണ്ടുവന്നത് അത് തന്നെയാണോ എന്നാണ് ഇനി അന്വേഷിച്ചറിയേണ്ടത്. അതായത് ജയറാമിന്റെ വീട്ടിലൊക്കെ പൂജയൊക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മുടെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ആളുകൾ പറയുന്നുണ്ട്, ആ കമ്പനിയുടെ പ്രതിനിധികൾ പറയുന്നുണ്ട്, അവർക്ക് കിട്ടിയത് അവിടെ അവിടത്തേക്ക് വന്ന് പുതിയ ചെമ്പാണെന്ന് കൂടി അവരുടെ പ്രതികരണത്തിൽ നമ്മൾ കേട്ടിരുന്നു. അപ്പോൾ ഈ 39 ദിവസം എവിടെ, ആരുടെ പക്കലായിരുന്നു, എവിടെയായിരുന്നു എന്ന ചോദ്യം കൂടി ഉണ്ടായിരുന്നത്. ആ സമയത്താണോ തിരിമറി നടന്നത്? ശരിയാണ് ആര്യ. ഇതിനകത്തുനിന്ന് ഒരു കാര്യം വ്യക്തമാണ്. 2019 മാർച്ചിലും 98 വിജയമല്യ പൊതിഞ്ഞ അതേ സ്വർണ്ണ കവചം തന്നെയാണ് ശബരിമല സന്നിധാനത്തെ ദ്വാരപാലക വിഗ്രഹങ്ങളിൽ ഉണ്ടായിരുന്നത്. 2019 ജൂലൈയിൽ അത് ചെമ്പുപാളി എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോകുന്നത്. അത് ഒരു മാസം അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്നു. പിന്നീട് ഒരു മാസത്തിന് ശേഷം 39 ദിവസത്തിന് ശേഷമാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തുന്നത്. സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയത് ഒറിജിനൽ ചെമ്പ് തന്നെയാണ്. ഒറിജിനൽ ചെമ്പല്ലാതെ ഞങ്ങളുടെ മെഷീനിൽ ഇലക്ട്രോപ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും തരത്തിൽ നേരത്തെ സ്വർണം പൂശിയതോ അതല്ലെങ്കിൽ ക്ലാവ് പിടിച്ചതോ ആയ ചെമ്പ് അവരുടെ മെഷീനിൽ ഇലക്ട്രോപ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതിയ ചെമ്പിലാണ് ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത് അത് സന്നിധാനത്തേക്ക് കൊടുത്തയച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് സെപ്റ്റംബറിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇനി അത് പോലീസും അല്ലെങ്കിൽ ദേവസ്വം വിജിലൻസും ഒക്കെയാണ് കണ്ടെത്തേണ്ടത്. നമുക്ക് മാതൃഭൂമിയുടെ കയ്യിലുള്ള ഈ തെളിവുകൾ വെച്ച് നമ്മളൊരു അനുമാനത്തിലെത്തുന്നത് 98 വിജയമല്യ പൂശിയ ആ സ്വർണ്ണപ്പാളി, അതേ സ്വർണ്ണപ്പാളിയാണ് 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശാനുള്ള ചെമ്പെന്ന പേരിൽ എടുത്തു കൊടുത്തിരിക്കുന്നത്.